ഹലോ. അപ്പോൾ ഇന്ന് വീണ്ടും റെഡിയായി സുന്ദരിക്കുട്ടിയായി. ഇന്ന് ഒരു ഗ്രീൻ കളറുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ടോപ്പാണ്. കുറേ ഇടയ്ക്കിടയ്ക്ക് ഇടും. ചില ഡ്രസ്സ് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടില്ല. അതുപോലെ ഞാൻ സ്ഥിരമായിട്ടിടുന്നൊരു ഡ്രസ്സാണ്. ഇതൊക്കെ ഇടുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് മേടിച്ച ഡ്രസ്സായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട്. ചില ഡ്രസ്സ് പേരിന് വേണ്ടി മാത്രമല്ല എപ്പോഴും ഇടും. മേടിച്ചതല്ലേ എന്ന് വെച്ചിട്ട്, വേറെ ഒന്നുമല്ല, അതത്ര ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവില്ല ഡ്രസ്സിനോട്, അതുകൊണ്ടായിരിക്കും. അപ്പം ഞാൻ ഒരുങ്ങി പതിവ് പോലെ മുറ്റത്ത് ഉലാത്തുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്താ പരിപാടി എന്ന് വെച്ചാൽ, മെയിനായിട്ട് ഓഫീസിൽ പോകണം, കുറച്ച് വർക്കുണ്ട്. അങ്ങനെയുള്ള കുറച്ച് തിരക്ക് പിടിച്ച വർക്കുകളിലാണ്. അത് ആലോചിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. വേറെ ഒന്നുമല്ല, നല്ല മടിയാണ്. വർക്ക് ചെയ്യും, പക്ഷെ നല്ല മടിയാണ്. ആരെങ്കിലുമൊക്കെ എപ്പോഴും വേണം കൂടെ ഒന്ന് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം സുന്ദരിക്കുട്ടിയായിട്ട് ഒരുങ്ങി ഇനി ബസ് കയറാൻ പോട്ടെ. ഇന്ന് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ബസ് സ്റ്റോപ്പിലിരിക്കുമ്പം അവിടെ ഒരു പുതിയൊരു അക്ഷയ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുന്നതായിട്ട് കണ്ടു. എന്തായാലും നന്നായി. ആ പ്രദേശത്ത് ഒരു അക്ഷയ സെൻറ്റർ ഇല്ല, നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പമായല്ലോ. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നെന്താണെന്ന് അറിയില്ല, കുറച്ച് ലേറ്റായിട്ടാണ് പോയത്, അതുകൊണ്ടാണെന്ന് അറിയില്ല. ബസ് വരാൻ വേണ്ടി കുറച്ചധികം നേരം ഞാനിങ്ങനെ ഇരുന്നു. ഞാനിങ്ങനെ ചുറ്റുപാടൊക്കെ ഇങ്ങനെ വീക്ഷിക്കുകയായിരുന്നു. ബസ് സ്റ്റോപ്പിൻ്റെ ഓരോ ഏരിയകൾ, റോഡ്, പുതിയ അക്ഷയ കേന്ദ്രം അപ്പുറത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അവിടെ അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. ഒരുപാട് ആളുകൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഇന്ന് ബസ് കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയത് എന്നുള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം കിട്ടി എല്ലാം വീക്ഷിക്കാൻ വേണ്ടിയിട്ട്. വാവ് കിളികളുടെ ശബ്ദങ്ങൾ, ഒരുപാട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. എന്താ ചെയ്യാല്ലേ, ഇന്നിപ്പം തിങ്കളാഴ്ച ആയതുകൊണ്ടും ഇന്നൊരുപാട് വർക്കുകൾ എല്ലാവർക്കും. ഇന്ന് സൺഡേ ഹോളിഡേ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇപ്പോൾ ജോലിക്ക് ഇറങ്ങി തിരക്കുകളായിട്ടൊക്കെ നടക്കുമായിരിക്കും. എന്ത് ചെയ്യാം, ജീവിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെയുള്ള വലിയ വലിയ ചിന്തകളൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ ബസ് വന്നല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ബസ്സിൽ കയറി പോവുക എന്നുള്ളതാണ്. ബസ്സിൽ കയറി കഴിഞ്ഞപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല, അന്ന് തീരെ തിരക്കുണ്ടായിരുന്നില്ല ബസ്സിൽ. ഓൾമോസ്റ്റ് സീറ്റുകളൊക്കെ ഇങ്ങനെ ഫില്ലാവാതെ കിടക്കുമായിരുന്നു. അപ്പം ഇതിപ്പം കുറച്ച് ലേറ്റായിട്ടാണ് പോകുന്നത്. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിലും ചില സമയത്ത് നല്ല തിരക്കധികം കാണാറില്ല. തിരക്ക് കുറഞ്ഞ സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. തിരക്ക് കുറയുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് സുഖമായിട്ട് ഇരുന്ന് ഫ്രീ ആയിട്ട് പോകാം. ഇതുപോലെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തൊക്കെ നല്ല തിരക്കുണ്ടെങ്കിൽ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ചമ്മലൊക്കെ തോന്നും. എനിക്കെന്തായാലും തോന്നും, കാരണം ഞാൻ അങ്ങനെ ആണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തെടുത്ത് കുറച്ച് ചമ്മലൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തെക്കൻ കാറ്റ്, തെക്കാണോ വടക്കാണോ എന്നറിയില്ല, എവിടെ നിന്നൊക്കെ ഒരു കാറ്റ് വന്നിങ്ങനെ മുഖത്തോട്ട് അടിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ സിനിമ സ്റ്റൈലിൽ അതൊക്കെ മാറ്റി എന്താ ചെയ്യുക, കാറ്റിൻ്റെ ഒരു കാര്യം എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ഞാൻ അഭിനയിച്ച് ക്യൂട്ട്നെസ് വാരി വിതറുകയാണ്. തൊട്ടപ്പുറത്ത് ചേച്ചി ഇരിക്കുന്നുണ്ട്. ചേച്ചി ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, എന്ത് കാണിക്കണമെന്ന്. പിന്നെ ഞാൻ നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ആൾ വിട്ടാണ്ട് കാണിക്കട്ടെ, വട്ടാണെന്ന് തോന്നുന്നു എന്നുള്ള ഭാവത്തിൽ ആൾ പിന്നെ ഫോൺ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കയറിയ ബസ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നല്ല വൃത്തിയുള്ള ബസ്സാണ്, നല്ല വെൽ ക്ലീൻഡാണ്. ഒരു പുതിയ ബസ്സുമാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. അതിൻ്റെ ഉള്ളിലിരുന്ന് പോകുമ്പോൾ നമുക്ക് തന്നെ കുറച്ച് നല്ല ഫീൽ കിട്ടും. അങ്ങനത്തെ ഒരു ബസ്സായിരുന്നു. പിന്നെ പാട്ട് അങ്ങനെ എനിക്കത്ര ഇമ്പ്രസീവായിട്ടുള്ള പാട്ടുകളായിരുന്നില്ല. ചില ബസ്സിലൊക്കെ കയറുമ്പോൾ നല്ല അടിപൊളി പാട്ടായിരിക്കും. ഇതെന്തോന്ന് അറിഞ്ഞൂടാ. അങ്ങനെ നമുക്ക് ഓഫീസിൽ വർക്കൊക്കെ കഴിഞ്ഞാൽ ലഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളാണ് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ ഒരു വെറൈറ്റിക്ക് വേറൊരു സംഭവമാണ് ഓർഡർ ചെയ്തത്. അവൾ ചിക്കൻ ബിരിയാണി എടുത്ത് കഴിക്കുന്നതിൻ്റെ ആക്രാന്തത്തിൽ മേശയിലൊക്കെ കുറേ കളഞ്ഞു. അതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. മേശയിലൊക്കെ കുറേ ബിരിയാണി കിടക്കുന്നതാണ്. അത് അവളുടെ ഒരു ആക്രാന്തം കൊണ്ട് നിലത്ത് പോയതാണ്. കണ്ടിട്ട് കുഴപ്പമില്ലാത്ത ബിരിയാണിയാണെന്ന് തോന്നുന്നു. ഞാനങ്ങ് ടേസ്റ്റ് ചെയ്തില്ല. അവൾ പിന്നെ വിഭവസമൃദ്ധമായി അതിൻ്റെ ബിരിയാണി കഴിക്കുന്നതിൻ്റെ അതേ ഫോർമാലിറ്റിയിൽ ആദ്യം ബിരിയാണി എടുത്തു, പിന്നെ സാലഡ് എടുത്തു, അതിനുശേഷം പിക്കിൾ എടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് അവൾ ഫുഡ് കഴിക്കുന്നത് കണ്ടത്. പക്ഷെ ആളെ കണ്ടാൽ പറയില്ല അങ്ങനെ കഴിക്കുന്നൊന്നും.
ഫുള്ള് അധികം കഴിച്ചില്ല, ഏകദേശം ആ എടുത്ത് തന്നെ കഴിച്ചുള്ളൂ. ബാക്കി ബിരിയാണി കഴിക്കാതെ വെക്കുകയാണ് ചെയ്തത്. വേറെ ഒന്നുമില്ല, ഞാനാണ് പിന്നെ അത് പാഴ്സലായിട്ട് വീട്ടിൽ കൊണ്ടുപോയത്. അവളെന്തായാലും വീട്ടിൽ കൊണ്ടുപോയി കഴിക്കില്ല എന്ന് പറഞ്ഞു. ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ എൻ്റെ ഫുഡ് എത്തി ഗൈസ്. എൻ്റെ പ്രിയപ്പെട്ട ചിക്കൻ കറിയും ബൊറോട്ടയുമാണ് ഞാൻ ഓർഡർ ചെയ്തത്. വലിയൊരു ചിക്കൻ പീസ് തന്നെയായിരുന്നത്. ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്. ആഹാ, എന്തൊരു മണം! നല്ല പതുപതുത്ത പൊറോട്ട. പൊറോട്ടയ്ക്ക് നല്ല മണമായിരുന്നു. എനിക്ക് പൊതുവേ ഉള്ളൊരു ശീലമാണ്, എന്ത് ഫുഡ് കിട്ടിയാലും ഞാൻ ആദ്യം സ്മെല്ല് ചെയ്യും. നന്നായി മൂക്കിലോട്ട് വലിച്ച് കയറ്റി ആ മണം മുഴുവൻ ആസ്വദിച്ചതിന് ശേഷമാണ് ഞാനത് കഴിക്കാറ്. ഈ ചിക്കൻ പീസ് കണ്ടപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയുക, ഇത് ഒരാളെക്കാളും വലുപ്പമുണ്ട്, നിന്നേക്കാളും വലുപ്പമുള്ള പീസാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ എന്നെ കളിയാക്കി. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എത്ര വലിയ പീസാണെങ്കിലും എനിക്കത് ആനവായിൽ അമ്പഴങ്ങയാണ്. എനിക്ക് എത്ര വലിയ ക്വാണ്ടിറ്റിയുള്ള ഫുഡ് കിട്ടിയാലും ഞാനത് വളരെ ഈസി ആയിട്ട് കഴിക്കും. അങ്ങനെ ഒരു പ്രത്യേക കഴിവ് എനിക്കുണ്ട്, എന്താണെന്നറിയില്ല. അത് വല്ലാത്തൊരു കഴിവ് തന്നെയാണല്ലേ. എത്ര ഫുഡൊക്കെ ഇങ്ങനെ അളവില്ലാണ്ട് കഴിക്കാമെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എനിക്ക്. എത്ര ഫുഡ് കിട്ടിയാലും ഞാനിങ്ങനെ അളവില്ലാതെ ആസ്വദിച്ച് കഴിക്കും. പിന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു വട്ടാണ്, എന്ത് ഫുഡിൻ്റെ കൂടി ചായ കുടിക്കുന്ന ഒരു അസുഖമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അത് എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ചായ അഡിക്റ്റഡാണ്. ഞാനൊരു ടീ ലവറാണ്. എനിക്ക് എന്ത് സംഭവം കഴിക്കുകയാണെങ്കിലും കൂടെ ഒരു ചായ വേണം. ഇനി ഞങ്ങൾ കുറേ നേരം പരദൂഷണമൊക്കെ പറഞ്ഞിരുന്ന് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഫുഡ് കഴിക്കുന്ന രംഗമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നതൊക്കെ. എൻ്റെ ഫ്രണ്ട്സ് കളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ആരെങ്കിലും ചായ കുടിക്കൂടി, ഇതിൻ്റെ കൂടെയാണോ ചായ കുടിക്കുന്നത്, ഇങ്ങനെ ഫുൾ ടൈം ചായ കുടിക്കരുത് കേട്ടോ എന്നൊക്കെ പറയും. പക്ഷെ എനിക്കെന്താ അറിയില്ല, എനിക്കിങ്ങനെ ചായ മസ്റ്റാണ്. ഞാൻ കൂൾ ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ജ്യൂസ് അങ്ങനെ പറയുക വളരെ അപൂർവമാണ്. ചിക്കൻ വറുത്ത് തീരെ കഴിക്കില്ലേ? അപ്പം സിംഗിൾ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഇന്നോട്ട് സിംഗിൾ പറയാം, സിംഗിൾ ബിരിയാണി. അപ്പോഴും മുട്ട കിട്ടും, മേടിക്കണ്ട. എൻ്റെ കൂടെ വന്ന ആൾ വലിയ കാര്യത്തിൽ ഒരു ഫുൾ ബിരിയാണിയൊക്കെ പറഞ്ഞു. പക്ഷെ അവൾക്കത് മുഴുവൻ കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് അവൾക്കറിയാം, എനിക്കറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാൽ പോലും അവൾ എപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അവൾ ഉപദേശിക്കുകയായിരുന്നു, എന്തിനാ വെറുതെ പൈസ കളയണ്ട, ഫുഡും വേസ്റ്റ് ചെയ്യണ്ട, സിംഗിൾ പറഞ്ഞാൽ മതി, ഇത് മുട്ട കിട്ടില്ല എന്നുള്ള ടെൻഷൻ വേണ്ട, മുട്ട കിട്ടും എന്നുള്ള വലിയ റെസ്പോൺസിബിളായിട്ടുള്ള വളരെ വലിയൊരു ഐഡിയ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. തൃശ്ശൂരൊക്കെ എവിടെയെങ്കിലും കഴിച്ചിട്ടുണ്ടോ? തൃശ്ശൂർ കഴിച്ചിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, വലിയ തൃപ്തിയുണ്ട്. ചിലവൊന്നും കഴിച്ചതുപോലെ. പിന്നീട് ഞങ്ങൾ തൃശ്ശൂരുള്ള ഏറ്റവും നല്ല ബിരിയാണി സ്പോട്ടുകൾ എവിടെയാണ്, നല്ല ബിരിയാണികൾ എവിടെ നിന്നൊക്കെ കിട്ടും, തൃശ്ശൂർ എത്ര സ്പോട്ടുകളുണ്ട്, തൃശ്ശൂർ മാത്രമല്ല നീ എവിടെ നിന്നൊക്കെ നല്ല നല്ല ബിരിയാണി കഴിച്ചിട്ടുണ്ട്, ഞാൻ എവിടെ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് പിന്നെ ചിന്ത പോയത്. അതല്ലെങ്കിൽ അങ്ങനെയാണോ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിനെ സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ഞങ്ങളും ബിരിയാണിയെ പറ്റിയും നല്ല നല്ല ബിരിയാണികൾ കൊടുക്കുന്ന സ്ഥലങ്ങളെ പറ്റിയും ഗാഢമായി ചിന്തിക്കുകയും വലിയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന തിരക്കിലുമായിരുന്നു ഞങ്ങൾ. പിന്നെ ചായയുടെ കാര്യം പറയുകയാണെങ്കിൽ, ചായ എന്നും എനിക്കൊരു വീക്ക്നെസ്സാണ്. ഞാൻ എപ്പോൾ ചായ കിട്ടിയാലും കുടിക്കും. ഒരു ദിവസം 5-8 ചായയൊക്കെ ഞാൻ കുടിക്കാറുണ്ട്. എനിക്കൊരു ചായ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ചായ കുടിക്കുന്നത്. ഞാൻ ചിലപ്പോൾ അലുവയുടെ കൂടെ ഒരു ചായ കുടിക്കും. അങ്ങനത്തെ ഒരു എന്താ ചെയ്യുക, വട്ടായിരിക്കില്ല, അതൊരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
പിന്നെ ഞാൻ ഫുഡ് നല്ല ടേസ്റ്റി ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി ഫുഡായിരുന്നു. പൊറോട്ടയും ചിക്കൻ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മഖം തിന്നുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അത്യാവശ്യം നല്ല തിരക്ക് കടകളിലുണ്ടായിരുന്നു. കടയിലും നല്ല തിരക്കുണ്ടായിരുന്നു, ഫുള്ള് ആളായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം സീറ്റ് കിട്ടിയില്ല, ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയത്. ഫുള്ള് ഏകദേശം ഒരു ഉച്ച സമയത്ത് തന്നെയാണ് കയറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്രയും തിരക്ക്. ഇതെല്ലാവരും മീൽസാണ് കുറേ പേര് ഓർഡർ ചെയ്ത് കണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തൊട്ടപ്പുറത്തൊക്കെ ആൾക്കാർ നോക്കില്ല എന്താണ് കഴിക്കുന്നത് കണ്ടൊരു ക്യൂരിയോസിറ്റി നോക്കുമ്പോൾ കൂടുതൽ പേര് കുറേ പേര് ബിരിയാണി, കുറേ പേര് മീൽസ്, കുറേ പേര് എന്നെപ്പോലെ പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഞാനൊരു ജ്യൂസ് കൂടി പറഞ്ഞാലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞൂടി നമുക്കൊരു ജ്യൂസ് കൂടി പറഞ്ഞാലോ എന്ന്. അപ്പോൾ അവൾ, നിനക്ക് ശരിക്കും വട്ടാണോ, നീ ചായ അല്ലേ ഇപ്പോൾ കുടിക്കുന്നത്, ഇനി ഇതിൻ്റെ മുകളിലാണോ ജ്യൂസ് കുടിക്കുന്നത്? വളരെ വേദനയോടുകൂടി ഞാൻ അവളുടെ മറുപടി സ്വീകരിച്ചെങ്കിലും അങ്ങനെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം ഇത്രയും കഴിച്ച സംഭവങ്ങളൊന്നും ദഹിക്കാൻ പാകത്തിന് ഒരു സർബത്ത് കുടിക്കാം എന്ന തീരുമാനത്തിലേക്ക് വന്നു. അങ്ങനത്തെ അവിടെ തൊട്ടടുത്തൊരു ചെറിയൊരു കടയുണ്ടായിരുന്നു. ആ കടയിൽ നിന്ന് സർബത്ത് ചേട്ടനോട് പറഞ്ഞു, സർബത്ത് വേണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ വളരെ സന്തോഷത്തോടു കൂടി സർബത്ത് ഉണ്ടാക്കി തരികയാണ്. സർബത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നൊരു സാധനമാണ്. ഒരു ദിവസം അത് 2, 3, 4 തവണ കുടിച്ച് വൊമിറ്റ് ചെയ്യാറുണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ നിർത്തി, കുറേ കാലത്തേക്ക് കുടിച്ചില്ല. പിന്നെ വീണ്ടും തുടങ്ങി. അതൊരു നമ്മളെന്ത് ഫുഡ് കഴിച്ചാലും ഒരു സർബത്ത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ശരീരത്തിൽ ഫുള്ളൊരു കുളിർമ കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ്. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യാറ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായിട്ട് ഈ കടയിൽ വന്ന് ഇങ്ങനെ സർബത്ത് കുടിക്കാറുണ്ട്. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അറിയാം സർബത്ത് കുടിക്കാനായിരിക്കും വരുന്നത് എന്നുള്ളത്. എന്താ വെച്ചാൽ ഞാനങ്ങനെ ഓരോ കടകളിലൊക്കെ എൻ്റെ സിഗ്നേച്ചർ ഇട്ടിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. എനിക്ക് ഇവിടെ അടുത്തൊരു ചായക്കടയുണ്ട്, അവിടെയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. എന്നെ കണ്ട വശം എനിക്ക് ചായയും ഒരു മുട്ട ബജി ഒരു പഴംപൊരി കൊണ്ടുവന്ന് തരും. അതാണ് എൻ്റെ സിഗ്നേച്ചർ ഡിഷ്. അങ്ങനെ ഞാൻ എൻ്റെ സർബത്ത് എനിക്ക് കിട്ടി. ഞാനതിങ്ങനെ മക്കം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു സമാധാനം, നല്ല സുഖമുണ്ട് അത് കുടിക്കുമ്പോൾ. മനസ്സിലേക്കും ശരീരത്തിലേക്കും ഒരു തണുപ്പിറങ്ങി വരുന്നൊരു ഫീല്. ഇനി ഏകദേശം ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി പതുക്കെ വീട്ടിലോട്ട് പോകണം. ഈ സർബത്തും കൂടി കുടിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഏകദേശത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ആക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡയറ്റാണെന്ന് പറഞ്ഞാലും ഇത്രയൊക്കെ എന്തിനു കുത്തിക്കയറ്റി എന്നൊരു സംശയം ഉണ്ടാവും. ഡയറ്റാണെങ്കിലും ഫ്രണ്ട്സൊക്കെ നിർബന്ധിക്കുമ്പോൾ ഞാൻ അറിയാതെ ഇങ്ങനെ കഴിക്കാറുണ്ട്. ഇനി തൊട്ട് സ്ട്രിക്റ്റായിട്ട് നാളെ തൊട്ട് ഫുൾ ഡയറ്റ്, നാളെ ഇങ്ങനെ ഒരിക്കലും കഴിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഞാൻ ചേട്ടനോട് ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞാൻ കുറേ നേരം ബസ് വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് കിട്ടിയത് ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുങ്ങി പോകുന്ന അത്ര സുഖം തിരിച്ച് വരുമ്പോൾ ഉണ്ടായിരുന്നില്ല. തിരിച്ച് വരുമ്പോഴത്തെ കാറ്റ് വളരെ മോശമായിട്ടുള്ളൊരു കാറ്റായിരുന്നു എനിക്ക് തോന്നുന്നത്. എനിക്ക് തന്നെ ദേഷ്യം വന്നു തുടങ്ങി. രാവിലെ ഞാനിങ്ങനെ മുടിയൊക്കെ പാറുമ്പോൾ മുത്തുച്ചിപ്പി പോലെ എന്നൊക്കെയുള്ള പാട്ടൊക്കെ ഓർമ്മ വന്നിട്ടാണ് ഞാനിങ്ങനെ മുടിയൊക്കെ നീക്കുന്നുണ്ടായിരുന്നത്. വൈകുന്നേരം ആയപ്പോൾ ശരിക്കും എനിക്ക് പ്രാന്ത് പിടിച്ചിട്ടാണ് ഞാൻ മുടി നീക്കുന്നുണ്ടായിരുന്നത്. കാരണം ബസ് നല്ല സ്പീഡിലാണ് പോകുന്നത്. മാത്രമല്ല വൈകുന്നേരം വരുമ്പോൾ നമ്മൾ ടയേർഡായിരിക്കുമല്ലോ, ജോലിയൊക്കെ കഴിഞ്ഞ് പ്രാന്ത് പിടിച്ചിട്ട്. അപ്പോൾ പിന്നെ എനിക്ക് ഇത് വരുമ്പോൾ നല്ല ദേഷ്യമാണ് വരുന്നത്. ഇത് ഓൾറെഡി ലെയർ കട്ടൊക്കെ ചെയ്ത കാരണം ഒതുങ്ങി നിൽക്കുന്നില്ല ഗൈസ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഇത് എന്നെ വളരെയധികം രോഷാകുലയാക്കുന്നുണ്ട്. ഈ സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇത് എത്ര ക്ലിപ്പിട്ടാലും ഒതുങ്ങി നിൽക്കില്ല. പിന്നെ ഒരു വിധേന എന്തൊക്കെയോ കാട്ടി സൈഡിലോട്ടാക്കി വെച്ച് ഇപ്പോൾ കുറച്ച് സമാധാനം കിട്ടി. എന്തെങ്കിലും ആവട്ടെ. ഉള്ളിൽ വളരെ ദേഷ്യത്തോടു കൂടി പുറത്ത് ചിരിച്ച് ആ ബസ്സിൽ ഇരുന്ന് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞിട്ട്